അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പരാമർശത്തിൽ മന്ത്രി ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഉമ്മൻചാണ്ടി ആരുടെയും ജീവിതം തകർത്തിട്ടില്ല എന്നും അദ്ദേഹത്തെപ്പറ്റി പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്നും സതീശൻ ഡൽഹിയിൽ വെച്ച് പറഞ്ഞു. ഗണേഷിന്റെ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. ഭാര്യ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് നടത്തിയ പരാമർശങ്ങൾ ഒരിക്കലും പൊറുക്കാൻ കഴിയുന്നതല്ല. അതിനെതിരെ നിരവധി പേർ ഇപ്പോൾ രംഗത്ത് വരുന്നുമുണ്ട്. ഗണേശന്റെ ജീവിതം തകർത്തത് ഉമ്മൻചാണ്ടിയാണ് എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ എന്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഗണേഷ് കുമാറിന്റെ മകനാണോ എന്ന് ഞാൻ സംശയിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയല്ല, സ്വന്തം അച്ഛനായ ബാലകൃഷ്ണ പിള്ളയാണ്. ഗണേഷ് അഴിമതിക്കാരനും അസന്മാർഗിയും സാമൂഹ്യ വിരുദ്ധനുമായതുകൊണ്ട് ഗണേശിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടതും ഉമ്മൻചാണ്ടിയല്ല, ഗണേശന്റെ പാർട്ടിയുടെ പ്രസിഡന്റും ഗണേശന്റെ അച്ഛനുമായ ബാലകൃഷ്ണ പിള്ള തന്നെയാണ് അതും പറഞ്ഞത്. ഞങ്ങൾക്ക് അർഹതപ്പെട്ട കുടുംബസ്വത്ത് ഞങ്ങൾക്ക് തരാതെ കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ഉമ്മൻചാണ്ടിയല്ല, ഗണേശന്റെ കൂടെ പിറന്ന പെങ്ങളാണ്. ഗണേശനെ മന്ത്രിമന്ദിരത്തിൽ കയറി അടിച്ചതും ഉമ്മൻചാണ്ടിയല്ല, സരിതയുടെ രജിസ്റ്റേർഡ് കെട്ടിയവൻ ബിജു രാധാകൃഷ്ണനാണ്. വെറും ആഭാസനും പെണ്ണുപിടിയനും കുടുംബം നോക്കാത്തവനുമാണ് ഗണേശൻ എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞതും ഉമ്മൻചാണ്ടിയല്ല, ഗണേശന്റെ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചിയാണ്. നീ ലോകം കണ്ട ഏറ്റവും വലിയ പെണ്ണുപിടിയനും കൂട്ടിക്കൊടുപ്പുകാരനും അഴിമതിക്കാരനുമാണ് എന്ന് പറഞ്ഞത് ഗണേശന്റെ ബന്ധുവായ മറ്റൊരു ബസ് മുതലാളിയാണ്. ഇനിയും ഉമ്മൻചാണ്ടി എന്ന വാക്ക് പോലും വാ തുറന്ന് അറിയാതെയെങ്ങാൻ പറഞ്ഞു പോയാൽ ഗണേശൻ മറന്നതെല്ലാം കേരള ജനത ഗണേശനെ ഓർമ്മിപ്പിക്കും. അതൊരു പക്ഷേ KB ഗണേഷ് കുമാറിന് താങ്ങാനാകില്ല. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, ഉമ്മൻചാണ്ടിയെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ഉണ്ടായത്. ദയവ് ഇത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല, ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല, അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസം എന്നുള്ള ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല, അന്ന് കള്ളനല്ലല്ലോ ഇയാള്. അത് എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുമെന്നേ, കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശന്? ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? അല്ല, കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. മന്ത്രിയാണ്, അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും സോണിയാഗാന്ധി കാണാൻ പോയത്. സോണിയാഗാന്ധി കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിശദീകരിക്കാൻ ഒന്നുമില്ല. എന്തിനാ വിശദീകരിക്കണത്? ഞാൻ ചോദിക്കട്ടെ, അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെയെങ്കിലും വെച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച്, അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ്? അയാൾ കള്ളനാണ്. ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു, മുഹമ്മദ് റിയാസിന്റെ PWD മന്ത്രി. അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു, വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി. അവർ പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു. അപ്പൊ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, മുഹമ്മദ് റിയാസ് അതിൽ ഉത്തരവാദിയല്ല. സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ PWD മന്ത്രി CPM മന്ത്രിയാണ്, കൊണ്ടുവരുമോ? ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരുമോ? അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല, അവര് വ്ളോഗറായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കേണ്ടത്. ആ മാന്യത കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ. പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല. ആ തീരുമാനത്തിലല്ല അദ്ദേഹത്തിന് പങ്കുണ്ട്. അല്ല, ഞാൻ പറയണത് മനസ്സിലാക്കി.
കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെയല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും. കടകംപള്ളിയുടെ ഫോട്ടോ അല്ലല്ലോ പ്രശ്നം. അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം. ഇതൊരു പരിപാടിയിലെടുത്ത ഫോട്ടോയല്ല, മറിച്ച് 10 ജൻപത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ അവിടേക്ക് ആക്സസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പോകാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാ അതുകൊണ്ടെന്ന് മറ്റൊരാൾക്ക് കോൺഗ്രസ് പ്രവർത്തകൻ അല്ലെങ്കിൽ കോൺഗ്രസ് ആർക്ക് വേണമെങ്കിലും പോവാം, ആർക്ക് വേണമെങ്കിലും പോവാം. എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ. എത്ര പേര് പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല. അല്ലാതെ ഒരാള് വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ കൊടുത്തത് അതൊക്കെ ഇമ്മെറ്റീരിയൽ ആണ്. ചോദ്യത്തിന് പ്രസക്തി അതെനിക്കറിയില്ല. നിങ്ങൾ KPCC പ്രസിഡന്റ്